തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് നിസ്സാരവൽക്കരിച്ച ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ഉള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. പരാതി കിട്ടിയാൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കി. ഡയറക്ടർ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. 2023 മാർച്ചിലാണ് കാട്ടാക്കട സ്വദേശിയായ സുമയ്യയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 30-ാം തീയതി രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അന്നൊന്നും യുവതിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നില്ലെന്നും ഗൈഡ് വയർ ഉള്ളിൽ കുടുങ്ങിയത് ഗുരുതര ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകില്ലെന്നുമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ന്യായീകരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം RCCയിൽ നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് വയർ ഉള്ളിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത്. അപ്പോൾ തന്നെ വിവരം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അറിയിച്ചതിനെ തുടർന്ന് സ്വമേധയാ അന്വേഷണ സമിതിയെ നിയോഗിക്കുകയായിരുന്നുവെന്നും ഈ സമിതി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുവരെ രോഗിയുടെയോ ബന്ധുക്കളുടെയോ പരാതി ലഭിച്ചിട്ടില്ലെന്നും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നുമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. ചികിത്സാ പിഴവ് സംബന്ധിച്ച ചോദ്യത്തോട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ: എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിഴവ് സംഭവിച്ചെന്ന് ഡോക്ടർ തന്നെ വ്യക്തമാക്കുന്ന ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. ഗൈഡ് വയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടുന്നത്. അത് എവിടുന്ന ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ICU കിടന്ന സമയത്ത് വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൈ കൂടി ഇടാറുണ്ട്. ഇത് നമുക്ക് നമ്മളവിടെ ഇടുന്നത് ഈ സെൻട്രൽ വെയിനിലും പേഷ്യന്റ് ലൈൻ കിട്ടാതെ വരുമ്പോൾ ഇത് ഇടാറുണ്ട്. അൻസിഷക്കാർ ഇടാറുണ്ട്, മറ്റേ ICUവിൽ ഇടാറുണ്ട്. അപ്പൊ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. വേറെ എങ്ങും ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. കഴുത്തിലിട്ടിട്ടില്ല, പിന്നെ കയ്യിൽ ഇടാറുണ്ട്. RCCന് സ്ഥിരം ഇടുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം നോക്കിയപ്പോഴും ആദ്യം കാണുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇവിടുന്നാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ഈ പരാതി നിലനിൽക്കെയാണ് ഇതേ ഡോക്ടർക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും വീഴ്ച സംഭവിച്ചത്. അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയയ്ക്കിടെ 17-കാരിയുടെ ആന്തരിക രക്തക്കുഴൽ പൊട്ടി. സ്വകാര്യ ആശുപത്രിയിലെ വാസ്കുലർ സർജനെ എത്തിച്ചാണ് പിന്നീട് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് ഈ രോഗിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഈ പിഴവിലും കുട്ടിയുടെ ബന്ധുക്കൾ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.